MDMA-യുമായി കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയുമായി ബന്ധം. കണ്ണൂരിൽ പിടിയിലായ ലഹരിക്കടത്തുകാരൻ വഴിയാണ് ബംഗളൂരുവിൽ നിന്ന് അനില MDMA വാങ്ങിയത്. നിരവധി തവണ അനില കൊല്ലത്തേക്ക് ലഹരി എത്തിച്ചെന്നും പോലീസ് പറയുന്നു. അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, അപ്പോൾ അനില കേവലം ഒരു കരിയർ അല്ല, അവർ ഒരു ഡീലറാണ്. ആ ഡീലർ എന്ന് പറഞ്ഞാൽ പല വിതരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ലഹരിക്കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് അനില രവീന്ദ്രൻ, അല്ലേ അരുൺരാജ്? ഹഷ്മി, തീർച്ചയായും അനില രവീന്ദ്രൻ ചെറിയൊരു മീനല്ല, വമ്പൻ സ്രാവ് തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. MDMA പിടിയിലാകുമ്പോൾ അനില രവീന്ദ്രനെ സംബന്ധിച്ച് പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ സംശയങ്ങൾ പോലീസ് ഈ ഡിജിറ്റൽ തെളിവുകളുടെയും ഫോൺ ഡീറ്റെയിൽസിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിൽ നിന്ന് പിടിയിലായ ലഹരി മാഫിയ സംഘത്തലവനുമായി അനില രവീന്ദ്രൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇയാൾ വഴിയാണ് അനില രവീന്ദ്രന് MDMA ലഭിച്ചത് എന്നതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കൊല്ലത്തേക്ക് അനില ആദ്യമായല്ല ലഹരി എത്തിക്കുന്നത്, നിരവധി തവണ ലഹരി എത്തിച്ചു. ഇത്തരത്തിൽ ലഹരി എത്തിച്ച് വിൽക്കുന്നതിനിടയിൽ പിടിയിലായ ഒരു വ്യക്തിയിൽ നിന്നാണ് അനിലയെ സംബന്ധിച്ച വിവരം പോലീസിന് ലഭിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ലഹരി സംഘങ്ങളുമായി അനിലയ്ക്കുള്ളത് വളരെ ആഴത്തിലുള്ള ബന്ധമാണ്. അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. നേരത്തെ 2021 അനില തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിൽ MDMA-യുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനുശേഷവും അത് കഴിഞ്ഞ 4 വർഷത്തിലധികമായി MDMA-യുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കാരിയർമാരിൽ ഒരാളാണ് അനില രവീന്ദ്രൻ എന്നുള്ളതാണ് നിലവിൽ പോലീസ് സംശയിക്കുന്നത്. സാമ്പത്തികമായി അനിലയ്ക്ക് ഇക്കാര്യത്തിൽ നേട്ടമടക്കമുണ്ട്. ഫണ്ട് റേസ് ചെയ്ത് ഇക്കാര്യത്തിൽ MDMA വാങ്ങാൻ നൽകുന്നത് മറ്റൊരാളാണെന്നും പോലീസ് കൃത്യമായി വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം സംസ്ഥാനത്തെമ്പാടും ഇപ്പോൾ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അനില ചെറിയ മീനല്ല, വമ്പൻ സ്രാവാണ്, ലഹരി മാഫിയയുടെ വമ്പൻ കണ്ണിയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേരത്തെ 50 ഗ്രാം MDMA കാറിൽ നിന്നും പിന്നെ ഒരു 40 ഗ്രാം ദേഹപരിശോധനയിലും കണ്ടെത്തിയതാണ്. 90 ഗ്രാം MDMA എന്നൊക്കെ പറയുന്നത് ഇത് ചെറിയ ഗ്രാമൊന്നും വിചാരിച്ചു കളയരുത്. അതൊക്കെ വലിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാര്യമാണ്. അത് വിതരണക്കാർക്ക് വേണ്ടി എത്തിച്ചതാണ്. മാത്രമല്ല, ഈ അനില രവീന്ദ്രൻ നേരത്തെയും ലഹരി കേസിലെ പ്രതിയാണ്. അപ്പോൾ നല്ല തഴക്കവും പഴക്കവും വന്ന കാലങ്ങൾ നീണ്ട പ്രവർത്തന പരിചയമുള്ള ഒരു ലഹരി ഡോണാണ് ഈ പറയുന്ന അനില രവീന്ദ്രൻ എന്നാണ് പോലീസൊക്കെ പറയുന്നത്. എന്തായാലും അത്തരം ഡീലർമാർ കൂടുതലായി പിടിയിലാവുന്ന ദിവസങ്ങൾ കൂടിയാണ്.